നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കണമെന്നാണ് സർക്കാർ നിലപാട്. സുപ്രീംകോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തമിഴ്നാടുമായി അഭിപ്രായ സമന്വയമുണ്ടാക്കി പ്രശ്നം പരിഹരിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ വർദ്ധിച്ചു വരുന്ന മാലിന്യങ്ങൾ തടയാൻ സുപ്രധാന തീരുമാനവുമായി പഞ്ചായത്ത് ഭരണസമിതി. ജൂലൈ 1 മുതൽ 500 മില്ലി ലിറ്ററിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കുപ്പികളും ക്യാരി ബാഗുകളും നിരോധിക്കാൻ തീരുമാനം. സംസ്ഥാനത്ത് UDF സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള ആദ്യ ബജറ്റ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വൻ പ്രതീക്ഷയോടെ മലയോര ജനത. കാർഷിക വിദ്യാഭ്യാസ മേഖലകൾക്ക് പ്രത്യേക ഊന്നൽ നൽകണമെന്നും ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു. പനി ബാധിതരാൽ നിറഞ്ഞ ജില്ലയിലെ ആശുപത്രികൾ. മഴക്കാലം ആരംഭിച്ചതോടെയാണ് ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണം കുതിച്ചുയർന്നത്. ഈ മാസം ഇതുവരെ 4506 പേർക്കാണ് വൈറൽ പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. പനിക്കൊപ്പം വയറിളക്കം പോലുള്ള പകർച്ചവ്യാധികളും വ്യാപകമാവുകയാണ്. വിശദമായ വാർത്തകളിലേക്ക്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കണമെന്നാണ് സർക്കാർ നിലപാട്. സുപ്രീം കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തമിഴ്നാടുമായി അഭിപ്രായ സമന്വയമുണ്ടാക്കി പ്രശ്നം പരിഹരിക്കുമെന്ന് ജലവിഭവ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്. തമിഴ്നാടിന് വെള്ളവും കേരളത്തിലെ ജനങ്ങൾക്ക് സുരക്ഷയുമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കണമെന്നതാണ് സർക്കാർ നിലപാട്. സുപ്രീം കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തമിഴ്നാടുമായി അഭിപ്രായ സമ്പർക്കമുണ്ടാക്കി പ്രശ്നം പരിഹരിക്കും. തമിഴ്നാടിന് വെള്ളവും കേരളത്തിലെ ജനങ്ങൾക്ക് സുരക്ഷയുമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. ഗവൺമെന്റിന്റെ മുമ്പിലുമുള്ളത് മുല്ലപ്പെരിയാർ പ്രശ്നമാണ്. മുല്ലപ്പെരിയാർ പ്രശ്നത്തിന്റെ കാര്യത്തിൽ ഗവൺമെന്റിന് മാത്രമായി തീരുമാനിക്കാൻ കഴിയില്ല. ഇന്നത്തെ സാഹചര്യം സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഈ വിഷയങ്ങൾ നിൽക്കുന്നത്. സുപ്രീം കോടതിയുടെ അനുമതിയോടുകൂടി സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് എന്ത് കാര്യം ചെയ്യാനാണെങ്കിലും മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ കഴിയുള്ളൂ. അതുകൊണ്ട് സുപ്രീം കോടതിയുടെ മുമ്പിൽ ഞങ്ങൾ ഈ പുതിയ ഗവൺമെന്റ് വന്ന ശേഷം മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിച്ചു. എല്ലാ ഡാമുകളുമായി ബന്ധപ്പെട്ട റിവ്യൂ നടത്തി. അതിൽ കണ്ട ഒരു കാര്യം, സുപ്രീം കോടതി ആവശ്യപ്പെട്ട പല കാര്യങ്ങളും മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിൻ്റെതായി ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് അടിയന്തരമായി പൂർത്തീകരിക്കാനും സുപ്രീം കോടതി കേരളത്തോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നിർവഹിച്ചു കൊടുക്കുവാനും നിറവേറ്റുവാനും ഗവൺമെന്റ് തീരുമാനമെടുത്തു കഴിഞ്ഞു. അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഇതോടൊപ്പം തന്നെ ഇടുക്കിയിൽ കൃഷിനാശം നേരിട്ടവർക്ക് പരമാവധി വേഗം നഷ്ടപരിഹാരം ലഭ്യമാക്കും. നിർമ്മാണ നിരോധനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിശോധിക്കും. തൊട്ടിക്കാന നിവാസികളുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കും. പലയിടങ്ങളിലും റോഡ് വെട്ടിപ്പൊളിച്ച് പൈപ്പിടൽ പാതി വഴിയിലാണ്. ജൽജീവൻ മിഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും. 2 വർഷത്തിനുള്ളിൽ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുവാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സിറ്റി വിഷൻ, ഇടുക്കി. മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ വർദ്ധിച്ചു വരുന്ന മാലിന്യങ്ങൾ തടയാൻ സുപ്രധാന തീരുമാനവുമായി പഞ്ചായത്ത് ഭരണസമിതി. ജൂലൈ 1 മുതൽ 500 മില്ലി ലിറ്ററിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കുപ്പികളും ക്യാരി ബാഗുകളും നിരോധിക്കാനാണ് തീരുമാനം. വിവിധ രാഷ്ട്രീയ വ്യാപാരി ഹോം സ്റ്റേ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന കമ്മിറ്റിയിലാണ് സുപ്രധാന തീരുമാനം കൈക്കൊണ്ടത്. മൂന്നാറിന്റെ വിവിധ മേഖലകളിൽ വർദ്ധിച്ചു വരുന്ന മാലിന്യങ്ങൾക്ക് തടയിടാൻ മൂന്നാർ ഗ്രാമപഞ്ചായത്ത് ഒരുങ്ങുകയാണ്. ജൂലൈ 1 മുതൽ 500 മില്ലി ലിറ്ററിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കുപ്പികളും ക്യാരി ബാഗുകളും നിരോധിക്കുവാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. ജൂലൈ 1 ശേഷം വ്യാപാര സ്ഥാപനങ്ങൾ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ വിൽപ്പന നടത്തിയാൽ കർശനമായ നിയമ നടപടികൾ ഉണ്ടാകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയകുമാർ പറഞ്ഞു. വരുന്ന ജൂലൈ 1 തീയതി മുതൽ 500 മില്ലി ലിറ്ററിന് താഴെയുള്ള കുപ്പികൾ പൂർണ്ണമായും നിരോധിക്കുക. അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പൂർണ്ണമായിട്ട് നിരോധിക്കുക. ഈ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളാണ് പൊതുജനങ്ങൾക്ക് ഏറെ ഓടകൾ അടഞ്ഞ് വെള്ളപ്പൊക്കമുണ്ടാകുന്ന കോഴി പ്രദേശങ്ങൾ മണ്ണിടിയാനൊക്കെ സാഹചര്യമുണ്ടാകുന്നു. അതുകൊണ്ട് അത് നിയന്ത്രിക്കാനും നിരോധിക്കാനും തീരുമാനിച്ചു. അത് കഴിഞ്ഞും ഏതെങ്കിലും കച്ചവട സ്ഥാപനങ്ങൾ തുടർന്ന് പ്ലാസ്റ്റിക് നിരോധനത്തിൽ പങ്കാളിയായില്ലെങ്കിൽ അവർക്കെതിരെ പിഴ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചു. പിഴ ഈടാക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് പങ്കാളികളാകാം. പൊതുജനങ്ങൾ ഏതെങ്കിലും കടയിൽ 500 മില്ലി ലിറ്റർ താഴെയുള്ള കുപ്പികളോ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളോ കൊടുക്കുന്നതായിട്ട് വിവരം വാട്സപ്പിലൂടെ അറിയിച്ചാൽ, പഞ്ചായത്തിന് അറിയിച്ചാൽ അവരുടെ പേര് ഒരു രഹസ്യമായിട്ട് വയ്ക്കുന്നതോടൊപ്പം തന്നെ ഈടാക്കുന്ന പിഴയുടെ 25% അവർക്ക് നൽകാനും തീരുമാനിച്ചു. മൂന്നാറിലെ വിവിധ രാഷ്ട്രീയ കക്ഷികളും ഹോം സ്റ്റേ വ്യാപാരി വ്യവസായി സംഘടനകളുടെയും നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം. മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ആരെങ്കിലും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ പഞ്ചായത്തിനെ അറിയിക്കുന്ന പക്ഷം ഈടാക്കുന്ന പിഴയുടെ 25% പൊതുജനങ്ങൾക്ക് ലഭിക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. സിറ്റി വിഷൻ, മൂന്നാർ.
സംസ്ഥാനത്ത് UDF സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള ആദ്യ ബജറ്റ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വൻ പ്രതീക്ഷയോടെ മലയോര ജനത. കാർഷിക തകർച്ചയ്ക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും പരിഹാരം കാണുന്ന ഒരു ബജറ്റായിരിക്കുമെന്നാണ് ഇടുക്കിയുടെ പ്രതീക്ഷ. മുൻ ബജറ്റുകളിൽ പ്രഖ്യാപിച്ച പദ്ധതികളുടെ തുടർച്ച ഉറപ്പാക്കണമെന്നും കാർഷിക വിദ്യാഭ്യാസ മേഖലകൾക്ക് പ്രത്യേക ഊന്നൽ നൽകണമെന്നും ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു ആവശ്യപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിലെ ആവശ്യങ്ങൾ അടങ്ങിയ കൃത്യമായ നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പുതിയ UDF സർക്കാരിന്റെ കന്നി ബഡ്ജറ്റ് വരുമ്പോൾ ഇടുക്കി ജില്ലയ്ക്കും പ്രത്യേകിച്ച് ഉടുമ്പൻചോല മണ്ഡലത്തിലും പ്രതീക്ഷകളേറെയാണ്. കഴിഞ്ഞ ബഡ്ജറ്റുകളിൽ മണ്ഡലത്തിനായി പ്രഖ്യാപിച്ച പല പദ്ധതികളും തുക അനുവദിച്ചിട്ടും പൂർണ്ണമായി വിനിയോഗിക്കുവാൻ സാധിച്ചിട്ടില്ല. അതിനാൽ ഈ പദ്ധതികളുടെ തടസ്സമില്ലാത്ത തുടർച്ചയാണ് വികസന രംഗത്ത് ആദ്യം ഉണ്ടാകേണ്ടത്. തകർന്നു കിടക്കുന്ന റോഡുകളുടെ പുനരുദ്ധാരണവും കാർഷിക മേഖലയ്ക്കുള്ള പ്രത്യേക പാക്കേജുകളുമാണ് മണ്ഡലം പ്രധാനമായും ഉറ്റുനോക്കുന്നത്. ആദ്യ ബജറ്റില് ഇപ്പോ നമുക്ക് അടിയന്തരമായിട്ട് കഴിഞ്ഞ ബജറ്റുകളിൽ അനുവദിച്ചിരിക്കുന്ന തുകകൾ പൂർണ്ണമായിട്ട് വിനിയോഗിച്ചിട്ടില്ല. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ടാകേണ്ടതുണ്ട്. പുതുതായി നമ്മുടെ നിയോജക മണ്ഡലത്തിൽ പുതിയ പദ്ധതികൾ, ചില കോളേജുകൾക്ക് പണം അനുവദിക്കേണ്ടതായിട്ടുണ്ട്. കാർഷിക മേഖലയുടെ വികസനത്തിന് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്. തകർന്നു കിടക്കുന്ന റോഡുകളുടെ നവീകരണത്തിന്, അങ്ങനെ ഒരുപാട് പ്രതീക്ഷ നമ്മൾ ഈ ബജറ്റിൽ പുലർത്തിയിട്ടുണ്ട്. ബജറ്റിൽ നമ്മൾ കുറേ നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടുക്കിക്കും പ്രത്യേകിച്ച് ഉടുമ്പൻചോലയ്ക്കും ഗുണകരമായ രീതിയിലുള്ള ഒന്നായിരിക്കും ബജറ്റ് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിദ്യാഭ്യാസ പുരോഗതിക്കായി പുതിയ കോളേജുകൾ സ്ഥാപിക്കുന്നതിനും നിലവിലുള്ളവയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും തുക വകയിരുത്തണമെന്ന ആവശ്യം ശക്തമാണ്. ഒപ്പം പ്രതിസന്ധിയിലായ കാർഷിക മേഖലയ്ക്ക് ഉണർവേകാൻ പുതിയ പദ്ധതികൾ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുമെന്നാണ് MLAയുടെയും മലയോര ജനതയുടെയും പ്രതീക്ഷ. ആവശ്യങ്ങൾ കൃത്യമായി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ കഴിഞ്ഞു. ഇനി ഉറ്റുനോക്കുന്നത് ധനമന്ത്രിയുടെ ബജറ്റ് പ്രഖ്യാപനത്തിലേക്കാണ്. സിറ്റി വിഷൻ, രാജകുമാരി. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അവതരിപ്പിക്കുവാൻ പോകുന്ന ബജറ്റിൽ യാതൊരു പ്രതീക്ഷയുമില്ലെന്നും UDF ഗവൺമെന്റിന് ഇടുക്കിയോട് ചിറ്റമ്മ നയമാണെന്നും CPI നേതൃത്വം. ഭൂപ്രശ്നങ്ങൾ 99% പരിഹരിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. പക്ഷേ ഈ ഗവൺമെന്റ് അതിന് തുടർച്ചയുണ്ടാക്കുമെന്ന് നിശ്ചയമില്ലെന്നും ജനങ്ങളുടെ ക്ഷേമത്തിനുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകണമെന്നും CPI സംസ്ഥാന കമ്മിറ്റി അംഗം CU ജോയ് പറഞ്ഞു. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ആദ്യത്തെ ബഡ്ജറ്റ് 19-ാം തീയതി അവതരിപ്പിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ ബഡ്ജറ്റിൽ ഈ വനിതകൾക്കുള്ള സൗജന്യ യാത്ര പോലെ, അതുപോലെ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി നടപ്പാക്കും എന്നത് പറഞ്ഞതുപോലെ മോഹനസുന്ദര വാഗ്ദാനങ്ങളാണോ നടപ്പാക്കാൻ പോകുന്നത് എന്ന് പൊതുവായൊരു സംശയം തന്നെയുണ്ട്. ഇടുക്കിയിലാണെങ്കിൽ 5 നിയോജകമണ്ഡലങ്ങളിലും ജയിച്ചത് UDFന്റെ MLAമാരാണ്. ആ 5 MLAമാരുണ്ടായിട്ടും ഇടുക്കിക്കൊരു മന്ത്രി ഉണ്ടായില്ല എന്നുള്ളത് ദുഃഖകരമാണ്. അങ്ങനെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇടുക്കിയോടൊരു ചിറ്റമ്മ നയം സ്വീകരിക്കാനാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ നിലപാട് എന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. എന്തായിരുന്നാലും ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ ഏകദേശമൊക്കെ പരിഹരിച്ചു വെച്ചിരിക്കുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ ഏതാണ്ട് 99% പരിഹരിച്ച് വെച്ചിരുന്നതാണ്. പക്ഷേ അത് തുടർന്ന് കൊണ്ടുപോകുമോ, അതിൻ്റെ വിജ്ഞാപനം പൂർത്തീകരിക്കപ്പെടുമോ എന്നൊന്നും ഒരു നിശ്ചയമില്ലാത്തൊരു സ്ഥിതിയാണ്. ഒന്ന്, ഏലം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭൂമിക്ക് പട്ടയം കൊടുക്കാനുള്ള നടപടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടാണ്. അതുപോലെ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം കൊടുക്കുക എന്നുള്ള നടപടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ച കാര്യമാണ്. ഇടുക്കിയിലെ പട്ടയമില്ലാത്ത ഉപാധിരഹിത പട്ടയം കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചു വെച്ചത് ഇടതുപക്ഷ മുന്നണിയാണ്. പക്ഷേ അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിലേക്ക് വരുമ്പോൾ എവിടെല്ലാം എത്തും എന്നൊന്നും നമുക്ക് നിശ്ചയമില്ല. അതിനെല്ലാം നിശ്ചലമായിരിക്കുന്ന അവസ്ഥ മാറ്റി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ഫലപ്രദമായി നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് ബഡ്ജറ്റ് ഉണ്ടാകണം. ഭൂപ്രശ്നത്തിന് പരിഹാരമുണ്ടാകണം. അതുപോലെ തന്നെ ഈ ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ച ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കാനുള്ള നിലപാടുണ്ടാവണം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യം ഈ ബഡ്ജറ്റിലൂടെ ഉണ്ടാകണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പനിബാധിതരാൽ നിറഞ്ഞ ജില്ലയിലെ ആശുപത്രികൾ. മഴക്കാലം ആരംഭിച്ചതോടെയാണ് ജില്ലയിൽ പനിബാധിതരുടെ എണ്ണം കുതിച്ചുയർന്നത്. ഈ മാസം ഇതുവരെ 4506 പേർക്കാണ് വൈറൽ പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. പനിക്കൊപ്പം വയറിളക്കം പോലുള്ള പകർച്ചവ്യാധികളും വ്യാപകമാവുകയാണ്. ഇന്നലെ മാത്രം 485 പേർ പനി ബാധിച്ച ചികിത്സ തേടി. ജൂണിൽ മാത്രം 16 പേർക്ക് ചിക്കൻ പോക്സ് സ്ഥിരീകരിച്ചു. ഇന്നലെ മാത്രം 2 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇൻഫ്ലുവൻസ എ വൈറസ് ബാധിച്ച ഒരാൾ മരിച്ചിരുന്നു. 2 പേർ ചികിത്സയിലുണ്ട്. 691 പേർക്ക് വയറിളക്കം സ്ഥിരീകരിച്ചിട്ടുണ്ട്.
സർക്കാർ ആശുപത്രിയിലെ മാത്രം കണക്കാണിത്. സ്വകാര്യ ആശുപത്രിയിലെ കണക്കുകൾ കൂടി എടുത്താൽ രോഗികളുടെ എണ്ണം ഇനിയും കൂടും. സർക്കാർ ആശുപത്രികളെല്ലാം പനിബാധിതരാൽ നിറഞ്ഞു കഴിഞ്ഞു. ഭൂരിപക്ഷം സർക്കാർ ആശുപത്രികളിലും രാവിലെ മുതൽ രോഗികളുടെ നീണ്ട നിരയാണ് പ്രത്യക്ഷപ്പെടുന്നത്. പരിശോധനയും മരുന്ന് വിതരണവും ലാബ് ടെസ്റ്റും അടക്കമുള്ള കാര്യങ്ങൾ കൂടിയാകുമ്പോൾ വയ്യാത്ത അവസ്ഥയിലും മണിക്കൂറുകളോളം വരി നിന്നും മരുന്നും റിസൾട്ടും വാങ്ങേണ്ട അവസ്ഥയാണ് പലർക്കും. സ്വകാര്യ ആശുപത്രികളിലും ചികിത്സ തേടുന്ന പനിബാധിതരുടെ എണ്ണം വലുതാണ്. രാത്രികാലങ്ങളിലാണ് സ്വകാര്യ ആശുപത്രികളിൽ പനിബാധിതർ കൂടുതലും ചികിത്സ തേടുന്നത്. മിക്ക സർക്കാർ ആശുപത്രികളിലും രാത്രി സേവനം ലഭ്യമല്ലാത്തതും സൗകര്യമുള്ളവ ദൂരെയായതുമാണ് മുഖ്യ കാരണം. എങ്കിലും സായാഹ്ന ഒപിയുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ ഗ്രാമീണ മേഖലയിലുള്ള പൊതുജനങ്ങൾക്ക് ഒരു പരിധിവരെ ആശ്വാസം പകരുന്നു. മരുന്നിനും പരിശോധനകൾക്കുമായി ദിവസവും അനുവദനീയമായതിലും കൂടുതൽ ആളുകൾ എത്തുന്നത് രോഗികൾക്കൊപ്പം ആരോഗ്യ കേന്ദ്രങ്ങളിലെ ഡോക്ടർമാർക്കും ജീവനക്കാർക്കും ഒരുപോലെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ. കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ പഴയരിക്കണ്ടത്ത് ഷിഗല്ല സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മെഡിക്കൽ സംഘം പ്രദേശത്ത് സന്ദർശനം നടത്തി യോഗം ചേർന്നു. ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുരേഷ് വർഗീസിന്റെ നേതൃത്വത്തിലാണ് വിദഗ്ധ സംഘം പരിശോധന നടത്തി യോഗം ചേർന്നത്. പഴയരിക്കണ്ടം സ്വദേശികളായ 9 വയസ്സുകാരനും 4.5 വയസ്സുകാരനും ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസർ സുരേഷ് വർഗീസിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് പരിശോധന നടത്തിയത്. പ്രദേശത്തെ കിണറുകളിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്യാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശം നൽകി. രോഗം സ്ഥിരീകരിച്ച കുട്ടികളുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരികയാണെന്ന് മെഡിക്കൽ ഓഫീസർ വ്യക്തമാക്കി. അത് ഗൗരവമായ ആരോഗ്യ പ്രശ്നങ്ങൾ നിലവിലില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാർക്ക് ബോധവൽക്കരണം നല്ല രീതിയിൽ നടന്നു വരുന്നുണ്ട്. ആവശ്യമുള്ള ക്ലോറിനേഷനും അതുപോലെ പബ്ലിക്കായിട്ടുള്ള വാട്ടർ സോഴ്സുകളും മറ്റ് സോഴ്സുകളെല്ലാം നമ്മൾ നിരന്തരം നിരീക്ഷിച്ച് വരികയാണ്. ആരോഗ്യ പ്രവർത്തകരും മറ്റ് അധികൃതരും നിരന്തരം സന്ദർശിക്കുകയും മീറ്റിങ്ങുകളൊക്കെ കൂടുകയും ചെയ്യുന്നുണ്ട്. ഭയപ്പെടേണ്ട യാതൊരു പ്രശ്നമുള്ള അവസ്ഥ ഇപ്പോഴില്ല. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി, കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോമളം മോഹൻദാസ്, ഇടുക്കി സർക്കിൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ സൈജു കെ രാമനാഥ്, കഞ്ഞിക്കുഴി മെഡിക്കൽ ഓഫീസർ നിതിൻ എസ്, ഡോക്ടർ അജീഷ് കൃഷ്ണൻ, കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ റജി, വാർഡ് മെമ്പർ രാജേശ്വരി രാജൻ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ ഇടുക്കി. ഇടവേള. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. Kripa Medicals, SNDP Shopping Complex, Central Junction and Market Road, Rajakad. The number 1 health provider. Kripa Medical Center. We create better health. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്.
ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കോഴ്സുകൾ പുനഃക്രമീകരിക്കുക സർക്കാർ ലക്ഷ്യം. മന്ത്രി മോൻസ് ജോസഫ് ഡീൻ കുര്യാക്കോസ് എംപിയുടെ എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി എംപി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നടപ്പിലാക്കുന്ന റൈസ് പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ അധ്യയന വർഷം +2 SSLC പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന എംപിയുടെ എക്സലൻസ് അവാർഡ് 2026 വിതരണം ജലവിഭവ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് നിർവഹിച്ചു. കേരളം ഇതുവരെ കൈവരിച്ച നേട്ടങ്ങളെയെല്ലാം അടിസ്ഥാന വിദ്യാഭ്യാസ മേഖലയിലെ മുന്നേറ്റങ്ങളാണെന്ന് മന്ത്രി പറഞ്ഞു. സർവകലാശാലകൾ വിദ്യാഭ്യാസത്തിന്റെ ശ്രീകോവിലാണ്. അവിടെ രാഷ്ട്രീയ തർക്കങ്ങൾ അനുവദിക്കുവാനാവില്ല. 3 വർഷ ബിരുദ കോഴ്സുകൾ യാതൊരു തയ്യാറെടുപ്പുമില്ലാതെയാണ് 4 വർഷമാക്കിയത്. കോഴ്സുകളുടെ പുനഃക്രമീകരണം നടപ്പിലാക്കുകയാണ് ലക്ഷ്യം. കേരളത്തിലെ കുട്ടികൾക്ക് അനുയോജ്യമായ പഠനക്രമം ഒരുക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അനുയോജ്യമായ, കേരളത്തിലെ കുട്ടികൾക്ക് തൃപ്തികരമായി പഠിക്കാൻ കഴിയുന്ന, കേരളത്തിലെ രക്ഷിതാക്കൾക്ക് സ്വീകാര്യമായ ഒരു പഠന ക്രമീകരണം ഉന്നത വിദ്യാഭ്യാസ രംഗത്തും പൊതുവിദ്യാഭ്യാസ രംഗത്തും നടപ്പാക്കാൻ കഴിയണം. അതിന് കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് വരികയാണ്. നമ്മുടെ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഈ പ്രയത്നത്തിൽ വിദ്യാർത്ഥി സമൂഹത്തിന്റെയും രക്ഷിതാക്കളുടെയും പിന്തുണ ഉണ്ടാകണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇടുക്കി നിയമസഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന സ്റ്റേറ്റ് സിലബസിൽ സ്കൂളിൽ നിന്നോ +2 SSLC പരീക്ഷകളിലും CBSE സ്കൂളുകളിൽ നിന്നും +2 പരീക്ഷയിലും എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ മുഴുവൻ പ്രതിഭകളെയും ചടങ്ങിൽ മെറിറ്റ് അവാർഡ് നൽകി ആദരിച്ചു. മന്ത്രി മോൻസ് ജോസഫും ഡീൻ കുര്യാക്കോസ് എംപിയും അവാർഡുകൾ വിതരണം ചെയ്തു. സോമി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ കട്ടപ്പന 10,000 രൂപ ഫസ്റ്റ്. മിൻറ്റ പ്രവീൺ, കൃഷ്ണജിത്ത് പ്രവീൺ, ചെറുതോണി ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ റോയ് കെ പോലോസ് MLA, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നെ, വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ, കട്ടപ്പന പഞ്ചായത്ത് പ്രസിഡന്റ് K ബാലസിംഗ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഫ്രാൻസിസ് ദേവസ്യ, മിനി സാബു, ഷൈനി സജി, മരിയാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ജിപ്സി ബിന്നി, വാത്തുക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ, റൈസ് പദ്ധതി കോർഡിനേറ്റർ VD എബ്രഹാം, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ, ഇസാഫ് ബാങ്ക് പ്രതിനിധികൾ, ഇൻസെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ ഇടുക്കി. ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച വനിതാ ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം നടന്നു. വനിതാ ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം ഇടുക്കി MLA റോയ് കെ പൗലോസ് നിർവഹിച്ചു. ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2025-26 സാമ്പത്തിക വർഷത്തിൽ 10 ലക്ഷം രൂപ മുതൽ മുടക്കി നിർമ്മിച്ച ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനമാണ് നടന്നത്. പഴയരിക്കണ്ടം ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിക്ക് സമീപമാണ് ഓപ്പൺ ജിം നിർമ്മിച്ചിരിക്കുന്നത്. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോമളം മോഹൻദാസ് അധ്യക്ഷത വഹിച്ച യോഗം ഇടുക്കി MLA റോയ് കെ പോലോസ് ഉദ്ഘാടനം ചെയ്തു. ഈ സർക്കാർ ആരോടൊപ്പമാണ്? ഈ സർക്കാർ ഈ നാട്ടിലെ പാവപ്പെട്ടവരോടൊപ്പം ആണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന സൂചനകളാണ് ഒന്നാമത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഈ ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇല്ലാന്നല്ല. പരമദയനീയമാണ് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ അത്ര ദയനീയമായ ഒരു അന്തരീക്ഷമുള്ള നമ്മുടെ നാട്ടില് കർഷക തൊഴിലാളി പെൻഷൻ കിട്ടുന്നുണ്ടോ? വിഷയ 60 വയസ്സ് വരെ കൃത്യമായി പണം അടച്ചവർക്ക് പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അവരതുപോലും ചോദിക്കാതെ അവനവന്റെ കയ്യിൽ നിന്ന് അടച്ച പണമാണ് ചോദിക്കുന്നത്, ഗവൺമെന്റിന്റെ ഔദാര്യം ചോദിക്കുന്നില്ല, കൊടുക്കാൻ പറ്റിയിട്ടില്ല. നിർമ്മാണ തൊഴിലാളി പെൻഷൻ 18 മാസമായിട്ട് കുടിശ്ശിക. ഒരു കാലത്ത് നിർമ്മാണ തൊഴിലാളിയുടെ പണമായിരുന്നു ഗവൺമെന്റ് പോലും എടുത്തുകൊണ്ടിരുന്നത്. കോടികൾ ഗവൺമെന്റ് കടമെടുത്തുകൊണ്ടിരുന്ന നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോയിമോൻ സണ്ണി മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് സെക്രട്ടറി അതുല്യ V കുമാർ പദ്ധതി വിശദീകരണം നടത്തി. ആശംസകൾ നേർന്ന ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സോണ ട്രീസ ജോബി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അജിത് കുമാർ, വാർഡ് മെമ്പർ രാജേശ്വരി രാജൻ, കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാവിത്രി സതീശൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ ജോസഫ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബിച്ചൻ തോമസ് എന്നിവർ സംസാരിച്ചു. സിറ്റി വിഷൻ ഇടുക്കി. കേരള സംസ്ഥാന
സംസ്ഥാന ചിക്കൻ വ്യാപാര സമിതി ഇടുക്കി ജില്ലാ സമ്മേളനം അടിമാലിയിൽ നടന്നു. അടിമാലി ചിക്കൻ സമിതി ഓഫീസിൽ നടന്ന പരിപാടി സമിതി ജില്ലാ പ്രസിഡന്റ് റോജി പോൾ ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന ചിക്കൻ വ്യാപാര സമിതിയുടെ ഇടുക്കി ജില്ലാ സമ്മേളനം അടിമാലിയിൽ നടന്നു. അടിമാലി ചിക്കൻ സമിതി ഓഫീസിൽ നടന്ന പരിപാടി സമിതി ജില്ലാ പ്രസിഡന്റ് റോജി പോൾ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഒരിക്കലും തീരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ അത് സങ്കീർണങ്ങളാണ്. ഒരു ദിവസം രാവിലെ വിലയുടെ വിഷയമാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ വരുന്ന വിഷയമായിരിക്കും. അതല്ലെങ്കിൽ നമ്മൾക്കുണ്ടാകുന്ന പഞ്ചായത്ത് ലൈസൻസ്, അത് GST ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ, ട്രാൻസ്പോർട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ, ഈവൻ ഒരു കോഴിക്ക് പനി പിടിച്ചാൽ പോലും ലക്ഷങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു മേഖലയിലാണ് നമ്മൾ ചിക്കൻ വ്യാപാരികളുടെ ആളുകൾ പ്രവർത്തിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സംസ്ഥാന പ്രസിഡന്റ് KS ജോപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി. പരിപാടിയുടെ ഭാഗമായി സമിതിയുടെ അംഗത്വ കാർഡ് വിതരണവും നടന്നു. പരിപാടിയിൽ ചിക്കൻ വ്യാപാര സമിതി ജില്ലാ പ്രസിഡന്റ് സോമൻ അധ്യക്ഷത വഹിച്ചു. PS ഉസ്മാൻ, റഫീഖ്, KV റഷീദ, മുനീർ പാലച്ചേരി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ അടിമാലി. കുഴിത്തോളു ദീപ ഹൈസ്കൂളിൽ 8ാം ക്ലാസ്സിലേക്ക് പുതുതായി പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കായി ഫ്രഷേഴ്സ് ഡേ സംഘടിപ്പിച്ചു. സ്പാർക്ക് 2K26 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുകയും കലാലയ ജീവിതത്തിലേക്ക് അവരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫ്രഷേഴ്സ് ഡേ സംഘടിപ്പിച്ചത്. കുട്ടികളുടെ വിവിധ കലാപ്രകടനങ്ങൾ പരിപാടിക്ക് നിറപ്പകിട്ടേകി. ഇതോടൊപ്പം കൂട്ടാർ SBI ബാങ്കിന്റെ CSR ഫണ്ടിൽ നിന്നും സ്കൂൾ ലൈബ്രറിക്കായി അനുവദിക്കപ്പെട്ട അലമാരകളുടെ താക്കോൽദാന ചടങ്ങും വേദിയിൽ നടന്നു. ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ തോമസ് കപ്പ്യാങ്കൽ, സ്കൂൾ ഹെഡ്മിസ്ട്രസ് റാണി ജോർജ, രഖനേഷ് MP, PTA പ്രസിഡന്റ് എന്നിവർ സംസാരിച്ചു. സിറ്റി വിഷൻ ഇടുക്കി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. സംഘാടന ട്രഷറർ KV മുരളി ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ദേവികുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. അടിമാലി LIC ഏജന്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഹാളിൽ നടന്ന പരിപാടി സംഘടനാ ട്രഷറർ KV മുരളി ഉദ്ഘാടനം ചെയ്തു. 10ാം ശമ്പള കമ്മീഷൻ നമ്മൾ എന്നും മരണം വരെ ഓർക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. മരിച്ചിട്ടുണ്ടെന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ല, കാരണം എന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് പോലെ. 10ാം ശമ്പള കമ്മീഷൻ പ്രഖ്യാപിക്കുമ്പോൾ ജസ്റ്റിസ് രാമചന്ദ്രൻ നായരെ അദ്ദേഹത്തിന്റെ ക്യാബിനിൽ വിളിച്ച് അദ്ദേഹം പറഞ്ഞത് തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും അവിടുത്തെ പെൻഷൻകാർക്ക് സൗജന്യ മെഡിക്കൽ സൗകര്യങ്ങൾ, ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്, അതിവിടെ നടപ്പാക്കണം. ഇങ്ങനെ തന്നെ പറഞ്ഞു, സൗജന്യ മെഡിക്കൽ ഇൻഷുറൻസ്. അതിന്റെ രേഖകൾ ഞാനൊക്കെ തൊട്ട് പറയിൽ വെപ്പുണ്ട്. ഞാൻ അന്ന് ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി. ഇവരുടെ കയ്യിലുണ്ട്, ഇവർ തരുമെന്ന്. പരിപാടിയിൽ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് OS മാത്യു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി തെങ്ങുംകോടി ശശി വിഷയാവതരണം നടത്തി. പരിപാടിയിൽ വനിതാ ഫോറം സംസ്ഥാന കമ്മിറ്റി അംഗം KM റജീന, ജില്ലാ വനിതാ ഫോറം പ്രസിഡന്റ് ഡാലി തോമസ്, ജില്ലാ പ്രസിഡന്റ് ഐവാൻ സെബാസ്റ്റ്യൻ, ജില്ലാ സെക്രട്ടറി TM ജോയ്, നിയോജക മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി അശോക് കുമാർ തുടങ്ങിയവർ സംഘടനയുടെ വിവിധ നേതാക്കൾ പങ്കെടുത്തു. സിറ്റി വിഷൻ അടിമാലി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,850 രൂപ, പവന് 1,10,800 രൂപ, വെള്ളി ഗ്രാമിന് 275 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കണമെന്നാണ് സർക്കാർ നിലപാട്. സുപ്രീം കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തമിഴ്നാടുമായി അഭിപ്രായ സമന്വയമുണ്ടാക്കി പ്രശ്നം പരിഹരിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ വർദ്ധിച്ചു വരുന്ന മാലിന്യങ്ങൾ തടയാൻ സുപ്രധാന തീരുമാനവുമായി പഞ്ചായത്ത് ഭരണസമിതി. ജൂലൈ 1 മുതൽ 500 മില്ലി താഴെയുള്ള പ്ലാസ്റ്റിക് കുപ്പികളും ക്യാരി ബാഗുകളും നിരോധിക്കാൻ തീരുമാനം.
സംസ്ഥാനത്ത് UDF സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള ആദ്യ ബജറ്റ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വൻ പ്രതീക്ഷയോടെ മലയോര ജനത. കാർഷിക വിദ്യാഭ്യാസ മേഖലകൾക്ക് പ്രത്യേക ഊന്നൽ നൽകണമെന്നും ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു. പനി ബാധിതരാൽ നിറഞ്ഞ ജില്ലയിലെ ആശുപത്രികൾ. മഴക്കാലം ആരംഭിച്ചതോടെയാണ് ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണം കുതിച്ചുയർന്നത്. ഈ മാസം ഇതുവരെ 4506 പേർക്കാണ് വൈറൽ പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. പനിക്കൊപ്പം വയറിളക്കം പോലുള്ള പകർച്ചവ്യാധികളും വ്യാപകമാവുകയാണ്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.